നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഓരോ മുന്നണികളും, കേരളത്തിലെ ഓരോ മുന്നണികളും, പ്രത്യേകിച്ചും CPM തങ്ങൾക്ക് എവിടെയാണ് പിഴവ് പറ്റിയത്, എവിടെയാണ് തങ്ങളുടെ കോട്ടയായിരുന്നിടത്തുനിന്ന് വോട്ട് ചോർന്നോ, എങ്ങോട്ട് പോയി ആ വോട്ട്, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും തങ്ങൾക്ക് വോട്ട് കിട്ടിയോ, ഇത്തരം കണക്ക് എടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണം ഒക്കെ ഉണ്ട്. അവർ പറയുന്നു കോൺഗ്രസ്സുകാരാണ് വോട്ട് മറിച്ചതെന്ന്, കോൺഗ്രസ് പറയുന്നു CPM ആണ് വോട്ട് മറിച്ചതെന്ന്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് CPMഉം കോൺഗ്രസും മാധ്യമങ്ങളും ഒരേപോലെ കേരളത്തിലെ BJPയുടെ മുന്നേറ്റത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് കേവലം തൃശ്ശൂരിൽ നേടിയ ജയം കൊണ്ട് മാത്രമല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 5% മുതൽ മുകളിലോട്ട് ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ BJP ജയിക്കാവുന്ന എത്രയോ നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടെന്ന് അറിയാമോ? ഈ ലോക്സഭാ റിസൾട്ട് പ്രകാരം 37 നിയോജക മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് ശതമാനം 25%-ന് മുകളിലാണ്. അതായത് ഒരു ചെറിയ തരംഗമടിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയാലും അത്ഭുതപ്പെടാനില്ല. 20%-ൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങൾ നോക്കിയാൽ എണ്ണം ഇനിയും വരെ കൂടും. ചാലക്കുടിയിലെയും മാവേലിക്കരയിലെയും ചില നിയോജക മണ്ഡലങ്ങളും നിയമസഭയിലെ സാഹചര്യം വെച്ച് ഈ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ വിജയിച്ചു വരാവുന്ന സീറ്റുകളുടെ എണ്ണം 40-ലധികമായി ഉയരും. ഈ കണക്ക് ഒരു മാധ്യമങ്ങളും പറയില്ല. പരമാവധി അവരത് ഒളിച്ചു വെക്കും, അല്ലെങ്കിൽ പൊതിഞ്ഞു വെക്കും. തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ, 25-ലധികം മുനിസിപ്പാലിറ്റികൾ, 100-ലധികം ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിലും അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തിയേക്കാം. അതിലേറെ സ്ഥലങ്ങളിൽ പ്രതിപക്ഷമായി BJP മാറും. BJP പ്രവർത്തകർ ഒന്നുണർന്ന് പ്രവർത്തിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെ മാറിമറിയും. വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയും BJPക്ക് വിജയസാധ്യത കൂടുതലാണ്. സുരേഷ് ഗോപിയുടെ വിജയം നൽകിയ ആവേശത്തിൽ BJPയെ നിയമസഭയിൽ എത്തിക്കാനുള്ള അസുലഭ അവസരം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ CPM സഹായത്തോടെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇത്തവണ അതിനെയും മറികടക്കാൻ BJPക്ക് കഴിയും. കാരണം പ്രവർത്തകർ അത്രമേൽ ആവേശഭരിതരാണ്. BJP ജയിക്കുന്ന പാർട്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. അവർ താമരയിൽ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈ മാറ്റങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPMഉം കോൺഗ്രസും മാധ്യമങ്ങളും എല്ലാം ആശങ്കയിലായിട്ടിരിക്കുന്നത്. പ്രിയങ്കയെ കണ്ടാൽ ഇന്ദിരയെപ്പോലെ ഉണ്ടെന്ന പൈങ്കിളിയുമായി കോൺഗ്രസിനെ പരിപോഷിക്കാൻ ഇറങ്ങിയവരിൽ ഇടത് മാധ്യമ പ്രവർത്തകർ വരെയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇടതിൻ്റെ പണി കഴിഞ്ഞു എന്നവർക്ക് ബോധ്യപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ചെറുക്കാൻ ഇന്ത്യ മുന്നണിയായി ഇടതും കോൺഗ്രസും ഒന്നിച്ച് മത്സരിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒടുവിൽ അവർക്ക് ആ ഒരു പോയിന്റിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. കർമ്മ ന്യൂസ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്.